ആരംഭ സമയത്ത് തീക്ഷണതയോടെ നിന്നു. ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്ഷീണം വന്നു. ഇവർക്കൊരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, വേണ്ടാന്ന് വെച്ചത് വിഡിത്തമായോ എന്ന് ചിന്ത കയറി. നമ്മുടെ ഇടയിൽ ഇപ്പൊ അങ്ങനെ ചിന്തയുള്ളവരുണ്ട്. ഉപേക്ഷിച്ചതും വേണ്ടാന്ന് വെച്ചതൊക്കെ മണ്ടത്തരമായോന്ന് ഒരു ചിന്ത. ഓപ്പണായിട്ട് പറയാം. വെള്ളം മതിയാണ്. വെള്ളം മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ ചിലർക്ക് ഒരു ചിന്ത, പെന്തിക്കോസുകാർക്ക് ഒന്നാം തലമുറ ഉപേക്ഷിച്ച ചില വിഷയങ്ങൾ ഇപ്പോൾ 2, 3 തലമുറയായപ്പോൾ പയ്യ ഇത് അകത്തോട്ട് കയറ്റി. അപ്പം ഒന്നാം തലമുറയ്ക്കും ഈ 3-ാം തലമുറയ്ക്കും ഇപ്പൊ തർക്കമാണ്. ഉപേക്ഷിച്ചത് അബദ്ധമായോ? അതിലൊരു കാരണം ആഭരണപ്രമം. ഇഷ്ടപ്പെടുകയല്ലെന്ന് എനിക്കറിയാം, ഇഷ്ടപ്പെടുകയല്ലെന്നറിയാം. എല്ലാവർക്കും തൃപ്തി വരികയല്ല. ഇപ്പോഴത്തെ മോഡേൺ പെന്തിക്കോസുകാര് പറയുന്നത് ഇച്ചിരി ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. ഇല്ല. ഇതിന് വില കൊടുത്ത ധാരാളം ആൾക്കാർ ഉണ്ട്. ചിലർ മൺമറഞ്ഞു പോയി. ചില ശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ? ഉപേക്ഷിച്ചത് അബദ്ധമായെന്ന് ഇപ്പൊ ഒരു ചിന്ത. അല്ല, സഭയുടെ നേതൃത്വം വരെ ഇപ്പം തീർത്ത് പറയുന്നില്ലല്ലോ. തീർത്ത് ഉപദേശം പറയുന്നുണ്ടോ? ഇല്ല. ഒരുത്തൻ 5 പക്ഷം, ഒരുത്തൻ 5 പക്ഷം. ഒരു പക്ഷം പറഞ്ഞു ഇടുന്നുകൊണ്ട് കുഴപ്പം ഇല്ല. അപ്പോൾ മറുവശം ഒരു സമയത്ത് തന്നെ ഇടുന്നത് വേണ്ട. അപ്പം വേറൊരു പക്ഷം ഇവരിലൊന്നും പെടാത്ത ഇടേണ്ടവർക്ക് ഇടാത്തവർക്ക് ഇടണ്ട. ഒരുത്തൻ പറഞ്ഞു ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, നമ്മുടെ കൺവെൻഷൻ തീരുകയല്ലേ? തെറ്റിയോ? ഇപ്പൊ എല്ലാരും ആസ് യു ലൈക്ക്. എടാ, ഇതിന്റെ ഉപദേശം ഇടരുതെന്ന് തന്നെ. നീ ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെടും, ഒരു പണി നോക്കാം. നിന്റെ പെന്തിക്കോസ്. എടാ, ഇത് പെന്തിക്കോസാ. കെട്ടുതാലി പൊട്ടിച്ചെന്നും പറഞ്ഞ് ഇടികൊണ്ട് ഊപ്പാട് വന്ന അമ്മമാരുണ്ട് അല്ലേ? ഓത്തച്ചായ എഴുന്നേറ്റ് നിന്നേ, കാലുമയ്യ, കൈപൊക്ക്. കൈക്ക് കുഴപ്പമില്ലല്ലോ. ചോദിച്ചു നോക്ക്. എനിക്ക് അറിയാവുന്ന ആൾ കൊണ്ടാ പെട്ടെന്ന് പറഞ്ഞേ. ജോസ് മാസ്റ്ററെ ഇല്ലേ? കൊച്ചുപറമ്പിലും കവളിമാക്കലും ഒക്കെ എനിക്കറിയാവുന്ന 1-2 പേരുടെ പേര് നിങ്ങളോടും പേരറിയാന്ന് ഞാൻ പറയും. ഇല്ലേ? നിനക്കിപ്പോ ഇച്ചിരി പുത്തമ്പണം കിട്ടി. നിനക്കിപ്പോ ഇച്ചിരി ഷാഷൂഷി. ഇപ്പൊ പാട്ടും കണ്ടേ യേശു. അപ്പൊ ഒരാൾ ചോദിച്ചു ഒരു ഷൂ എന്ത് ചെയ്യുന്നു? കാരണം 7 ഷൂവേ ഉള്ളു, ഒരു ഷൂവേ ഉള്ളു. പുള്ളി ചോദിച്ചു മറ്റേ ഷൂ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. യേശു. ഇതിന് വില കൊടുത്തവരുണ്ട് കേട്ടോ. ഇപ്പൊ തർക്കമല്ലേ? തർക്കം നിലക്ക് തീർത്ത് നേതാക്കന്മാരും തീർത്ത് പറയുന്നില്ലല്ലോ. ഇതിനു വേണ്ടി വില കൊടുത്തവരും അനുഭവിച്ചവരും പീഡകൾ സഹിച്ചവരും നിന്ന സഹിച്ചവരും ഒക്കെ ഉണ്ടെന്നായി പറഞ്ഞത്. 1-ാം തലമുറ ഇവിടെ പ്രമാണത്തിന് വേണ്ടി നിന്നു. 2-3 തലമുറ വേറെ രാജ്യത്ത് നിന്നപ്പോ താണ്ട് ചക്കും ചക്കാല ഇട്ട് കുഴക്കുക. എന്റെ വല്യമ്മച്ചി പറയുന്ന ഒരു ഭാഷ കൊണ്ട് അത്ര നല്ലതല്ല, എന്നാലും പറഞ്ഞേ ഒക്കുള്ളൂ. എടാ, കുണ്ട് കാണാത്ത അച്ഛ കുണ്ട് കാണുമ്പോ കണ്ട കുണ്ടെല്ലാം ദേവലോകമാണു. ഒരു കൂറയില്ലാതെ നടന്നവനൊക്കെ ദൈവം തമ്പുരാൻ നന്മ കൊടുത്തപ്പോ ഇപ്പൊ കുന്തളിപ്പ്. പണ്ട് ചാണകപ്പുഴു ഉണ്ടായിരുന്നു. പെന്തിക്കോസ് ഉപദേശമാണ്. എന്തുവാ പെന്തിക്കോസ് ഉപദേശം? മാനസാന്തരപ്പെടണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നീ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. പിന്നെ കർക്കശമായി വേർപാട് പാലിക്കണം. വേർപാടിനകത്ത് ഇതെല്ലാം പെടുവെന്ന്. ലോകമോകവും ആഡംബരവും താടിമോടികളും എല്ലാം ഇതിനകത്ത് പെടുന്നതാ വേർപാട്.
ഉദാഹരണം വേണേ പറയാം. ഒരു ഉദാഹരണം, കർത്താവ് എല്ലാ ഉപമ കൊണ്ടൊക്കെ ആണല്ലോ പല കാര്യവും തെളിയിച്ചത്. ഉദാഹരണം, ഭാഷയുടെ പേരെന്തുവാ? ആലപ്പുഴയിലോ? ആലപ്പുഴയോ? എവിടെ? തരകന്മാരുടെ നാടാ. പാറായി തരകൻ. അവിടുത്തെ അല്ലല്ലോ. ആ, പേരെന്നോടെ പറഞ്ഞേ? സാജൻ പാസ്റ്റർ. ഉദാഹരണമാണ്. ഞാനും ഈ സാജൻ പാസ്റ്ററും കൂടെ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയി. അങ്ങോട്ട് ഞങ്ങൾ ഒന്നിച്ച്, ഉദാഹരണമാണ്, ഒന്നിച്ചു പോയി. ഭയങ്കര ആളും ബഹളവുമായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ശുശ്രൂഷ കഴിഞ്ഞ് തമ്മിൽ കാണാനൊത്തില്ല. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കണ്ടെന്ന് വെക്കുക. അപ്പോൾ ഞാൻ സാജൻ പാസ്റ്റർ ചോദിച്ചു, അയ്യോ നമ്മൾ അങ്ങോട്ട് ഒന്നിച്ചു പോയി, പിന്നെ ഒന്നിച്ച് ഇങ്ങോട്ട് വരാനൊത്തില്ല, എപ്പോ പോയി? കല്യാണം കഴിഞ്ഞ് എപ്പോ പോയി? ഉടനെ ഈ മാന്യ കർത്തദാസൻ ഒരു നാട്ടു നടപ്പനുസരിച്ച്, നാട്ടു രീതിയില്ല, എന്നോട് പറയാ, അത് അനീഷ് പാസ്റ്ററെ ഊണ് കഴിഞ്ഞ ഉടനെ ഞാൻ അങ്ങ് പോയി എന്ന് പറഞ്ഞ കൈ കഴുകാതെ പോയെന്നാണോ അതിന്റെ അർത്ഥം? ആണോ? ഇന്ന് വരെ എവിടെയെങ്കിലും പോയി ഊണ് കഴിച്ച് കൈ കഴുകാതെ പോയിട്ടുണ്ടോ? ആ, സെൻട്രൽ ട്രാവൻകൂറിലെ ചില പഴയ രീതികളുടെ ഊണ് ക്രൈസ്തവര് കല്യാണമൊക്കെ നടത്തുമ്പം ഇറച്ചി മീനും ഒക്കെ കൂട്ടിയാ കൊടുക്കുന്നത്. നാക്കലയ്ക്ക് വിളമ്പുന്നുണ്ട്, വെട്ടലയ്ക്ക് വിളമ്പേണ്ട ഭക്ഷണമുണ്ട്, അറിയാമല്ലോ. ഇലയുടെ നാക്ക് വശത്ത് വിളമ്പേണ്ടതുണ്ട്, വെട്ടലയുടെ ഭാഗത്ത് അപ്പച്ചൻ അറിയാം. അപ്പൊ അറിയത്തില്ലേ? ആ, അപ്പച്ചൻ എടുത്തുകാരനാ. കറുകച്ചാലോ? എവിടെ? കുറുമ്പനാടം. ആ, അപ്പം നന്നായിട്ട് അറിയാം കുറുമ്പനാടൻകാരന്. അപ്പോൾ വെട്ടലയ്ക്ക് വിളമ്പേണ്ട ഭക്ഷണമുണ്ട്, നാക്കലയ്ക്ക് വിളമ്പേണ്ടതുണ്ട്. പോത്തച്ചായനും ഒക്കെ അറിയാം, കാരണം മുണ്ടത്താനംകാരനാ അവരുടെ അപ്പച്ചനെ, കുന്ന് വർക്കിച്ചനെ. ആ, മല്ലപ്പള്ളി പൊടിക്കുഞ്ഞിന്റെ കാലത്ത് രക്ഷിക്കപ്പെട്ടയാളാ പോത്തച്ചായന്റെ പിതാവ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവരാകുന്ന പ്രിയപ്പെട്ടവരുടെ അവിടുത്തെ ഊണിന് അങ്ങനെ ഇറച്ചി മീനും തത്തുല്യമായ ഭക്ഷണങ്ങളൊക്കെ അതിന്റെ സാഹചര്യം അനുസരിച്ച്. പണ്ട് കാലത്തൊക്കെ അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞ് അതിന്റെ തൈരും പഴവും കൂടെ ഒരു വരവുണ്ട്. പഞ്ചസാര അല്ലെ തേൻ, അതങ്ങോട്ട് നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഞെണ്ടി കഴിയുമ്പോഴത്തേക്ക് വടവഴിയൊക്കെ ചാടും. ഇതിന് ചാടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മൊത്തം ഒന്ന് പിടിച്ചേച്ച് അതിൻ്റെ ഒരു പോക്കുണ്ട്. എങ്ങോട്ടാ? കൈ കഴുകാൻ പോകുന്നത്. അല്ലാതെ ആ കൈയുമായിട്ടാണോ നേരെ വീട്ടിൽ പോകുന്നത്? അല്ല, കഴുകിയേച്ചാണ്. ഹൈന്ദവ സ്നേഹിതന്മാരാണെങ്കിൽ അവരുടെ ഊണിനുമുണ്ട്. തൊട്ടുകറി മുതൽ അങ്ങോട്ട് വിളമ്പും. ഇതെല്ലാം കഴിഞ്ഞ് സാഹചര്യവും സാമ്പത്തിക പദ്ധതി അനുസരിച്ച് ഒടുവിൽ ചിലപ്പോൾ ഒരു കൂട്ടാറിലെ 1, 2, 3 തരത്തിലൊക്കെ പായസങ്ങൾ കാണും. അതും ഇതുപോലെ തന്നെ ചിലര് പഴമൊക്കെ ഞെരടി കൂടി ഒരു പിടിയുണ്ട്, എന്നുവെച്ചൊരു പോക്കുമുണ്ട്. എന്നാൽ സാധാരണ പറയുന്ന പ്രയോഗം ഇതാ, ഊണ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കൈ കഴുകല്ലോ. വെള്ളവെള്ളം എടുത്ത് ചെന്നു, കൈ കഴുകി, ഇറച്ചി മീനും കൂട്ടിയുള്ള ഊണാങ്കിൽ നന്നായിട്ട് കഴുകി, നാരങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് ഒന്ന് തൂത്ത്, അതല്ല സോപ്പോ തത്തുല്യമായ വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് തേച്ച് കഴുകി. ചിലര് ഒന്നുകൂടെ ഒന്ന് മണത്ത് നോക്കും, കാരണം പിന്നെ മാന്യന്മാർ വരുമ്പോ കൈ കൊടുക്കേണ്ടതാ. ഒന്നുകൂടെ മണക്കും, നന്നായിട്ട് കഴുകും. പക്ഷെ ഒറ്റ വാക്കി പറയും, ഊണ് കഴിഞ്ഞു പോയി, കൈ കഴുകാതെ പോയെന്നല്ല. എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ ഒരു വേർപാടിനകത്ത് ഇത് മുഴുവൻ പെടുവെന്നായി പറഞ്ഞത്. മനസ്സിലായോ? ഇത് മുഴുവൻ ഇതിനകത്ത് പെടും. ഇത് മാത്രമല്ലല്ലോ, ഇതാ പെന്തക്കോസ്ത് ഉപദേശം. അത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. ആള് കൂടുന്ന നല്ല വിഷയം, ഉള്ളത് നന്നായി അങ്ങ് ചെല്ലുക എന്നുള്ളതാണ് ദൈവത്തിന് മകൻ.